ശിഖ? സോറി മാം, ഞാൻ കരുതിയ ട്യൂസ്ഡേ ആണെന്ന് വിചാരിച്ചു. ട്യൂസ്ഡേ ആണ്. കുഴപ്പമില്ലടാ, അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇന്റിമേഷൻ പോയില്ലാന്ന്. ആക്ച്വലി ട്യൂസ്ഡേ ഓക്കെ വിചാരിച്ചാണ്, പിന്നെ എന്തായാലും കുഴപ്പമില്ല, എന്ന് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. മാം, ഇന്ന് ഞാൻ വേറെ ലാപ്ടോപ്പ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഞാൻ തിയറി എടുക്കുന്നുള്ളൂടാ, ഇന്ന് ആ ഓക്കെ പ്രാക്ടിക്കൽ ഓക്കെ ഇല്ല. കുഴപ്പമില്ല. ഓക്കെ. സോ നമ്മള് ഇന്ന് ഒഫീഷ്യലി നമ്മളുടെ പൈത്തൺ സെലീനിയം സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പൈത്തൺ സെലീനിയം എന്താണ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് ജസ്റ്റ് നമ്മുടെ പൈത്തണിന്റെ എല്ലാ കൺസെപ്റ്റ്സും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റണം, ഏറ്റവും ബേസിക്കലി സ്പീക്കിംഗ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആരെങ്കിലും പറഞ്ഞേ. ഡിഫൈൻ ചെയ്യുന്ന മാം ഡെഫ് ഉപയോഗിച്ചിട്ട് ഇപ്പം നമുക്കിപ്പോൾ അഡീഷൻ ആണ് വേണമെങ്കിൽ അഡീഷൻ കൊടുക്കുക, എന്താ പറയുക, ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ. ഓക്കെ, അതല്ലേ ഡെഫിനേഷൻ? അതെ, അതാണ് ഡെഫിനിഷൻ. ഓക്കെ, എന്നാ ഇനി സുബിറ്റി കേൾക്കാമോ? കേൾക്കാം മാം. ഓക്കെ, സുബിറ്റി പറഞ്ഞേടാ, ക്ലാസ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ, ഒരു ക്ലാസ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ. ക്ലാസ് മറ്റേ അതും പേരന്റ് ക്ലാസ് അങ്ങനെ അല്ല, ജസ്റ്റ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. എനിക്ക് ജസ്റ്റ് സ്റ്റുഡന്റ് അതിന് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സ്റ്റുഡന്റ് 1 അല്ല, അത് ഒബ്ജക്റ്റ്. ഡെഫ് ആണോ ക്ലാസ് ആണോ? ഏതാ കീവേഡ്? ആദ്യം ക്ലാസ് കൊടുക്കണം, ക്ലാസ് സ്റ്റുഡന്റ്, എന്നിട്ട് ഡെഫ്, എന്നിട്ട് ഇനിറ്റ് കൊടുക്കണോ? ഇനിറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ഇനിറ്റ് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഡെഫ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ നെയിം കൊടുക്കാം. ആൻഡ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എങ്കിൽ ഡയാന അല്ലെങ്കിൽ അജിത്ര. ഡയാന പറ, സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്താ? ഒരു പാരന്റ് കാണും, ഒരു ചൈൽഡ് ക്ലാസ് കാണും. യെസ്. സോ എനിക്ക് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ബി എന്ന ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എ ആണ് എൻ്റെ പാരന്റ്, എ ആണ് എൻ്റെ പാരന്റ്, ബി ആണ് എൻ്റെ ചൈൽഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാ? ആദ്യത്തെ ലൈൻ മാത്രം ഒന്ന് പറഞ്ഞേ. ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണോ? ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് എ ഉണ്ടെന്ന് വെച്ചോളൂ, ക്ലാസ് ബി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്ലാസ് ബി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്ലാസ് ചൈൽഡ് ക്ലാസ്സും ആഡ് ചെയ്യണം, പാരന്റ് ക്ലാസ് ആഡ് ചെയ്യണമല്ലോ മാം? ആഡ് ചെയ്യണം. എങ്ങനെയാ ആഡ് ചെയ്യുക? അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാ? ക്ലാസ് ഇപ്പം എക്സാമ്പിൾ നമ്മളൊരു പപ്പി, ഒരു ഡോഗിനെ എടുക്കുകയാണെങ്കിൽ ക്ലാസ് ഡോഗ് ബ്രാക്കറ്റിനകത്ത് ആനിമൽ എന്ന് പറഞ്ഞ് കൊടുക്കണം. ചൈൽഡ് ക്ലാസ്സും ആനിമൽ എന്ന് വെച്ചാൽ പാരന്റ് ക്ലാസ്. കറക്റ്റ്. ആൻഡ് നമ്മൾ ഒബ്ജക്റ്റ് ഏതിന്റെ ക്രിയേറ്റ് ചെയ്യുക? അജിത്ര പറഞ്ഞേ. ഹലോ, പറഞ്ഞോ. ഒബ്ജക്റ്റ് ഏതിന്റെ ക്രിയേറ്റ് ചെയ്യാ? പാരന്റിന്റെ ആണോ ചൈൽഡിന്റെ ആണോ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് പാരന്റിന്റെ ആയിരിക്കും. പാരന്റ് ചൈൽഡിന്റെ നേരെ ആലോചിച്ച് പറഞ്ഞേ. ഹലോ, നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞ ചിത്രേ. ഹലോ മാം, കേൾക്കാവോ? കേക്കാം, പറഞ്ഞോ. കേൾക്കുന്നുണ്ട്. പാരന്റിന്റെ ആണോ ചൈൽഡിന്റെ ആണോ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. ഹലോ, 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 കേക്കാവോ മാം?
കേക്കാം. ഹലോ. ആ കേക്കാം. ഓക്കെ, പറഞ്ഞോ. പാരന്റിനെയാണോ ചൈൽഡിനാണെന്ന് ആലോചിച്ച് പറഞ്ഞേ. ക്ലാസ്സിൽ അതായത് നമുക്ക് അതായത് ഞാൻ പറയാം. അപ്പൊ ക്ലാസ് ബി എന്ന് പറഞ്ഞ ക്ലാസ് ബി ബ്രാക്കറ്റ്സിൽ എ എന്നുണ്ട്. അപ്പൊ ഞാൻ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലാസ് ബിയുടെ ആണോ എയുടെ ആണോ? ഒബ്ജക്ട് ബിയുടെ ആയിരിക്കും. ബിയുടെ. ബി എന്താ? നമ്മുടെ ചൈൽഡ് ക്ലാസ് അല്ലേ? ആ ഓക്കെ. നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞാൽ മതി. പിന്നെ ബാക്കി നമുക്ക് പതുക്കെ പറയാം. ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഇതുവരെ പൈത്തൺ പഠിച്ച കൺസെപ്റ്റിലല്ല സെലീനിയം പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്തത് എന്താണ്? നിങ്ങൾ ഇതുവരെ പഠിച്ചത് ബേസ് ലാംഗ്വേജ് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഈ സെലീനിയം കോഡ് എഴുതാനുള്ള ബേസ് ലാംഗ്വേജ് ആയിട്ടാണ് നിങ്ങൾ പൈത്തൺ പഠിച്ചത്. നിങ്ങൾ ഇതുവരെ പഠിച്ചതുപോലെ, നിങ്ങൾക്ക് ഇതൊരു അസൈൻമെന്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ലെറ്റ്സ് സേ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരിക്കലും പൈത്തൺ സെലീനിയത്തിൽ വന്നിട്ട് നിങ്ങൾ ഒരു അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ചെയ്യില്ല. ഇവിടെ നിങ്ങൾ ചെയ്യുക എന്താന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് നമ്മൾക്കൊരു ബേസിക് ആയിട്ടുള്ളത് കിട്ടാൻ മാത്രമാണ്. ക്ലിയർ ആണോ? ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ സെലീനിയം അവിടെ നിൽക്കട്ടെ. ആദ്യം ടെസ്റ്റിംഗ് എന്താണ് ഒന്ന് പറഞ്ഞേ. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രോജക്റ്റിൽ കുറെ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യാം. എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എറേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ആരുടെ ഡ്യൂട്ടി? ടെസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടി. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാനുവൽ ടെസ്റ്റർ ഓട്ടോമേഷൻ ടെസ്റ്റർ? രണ്ട് ടേംസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് വേക്കൻസീസ് കണ്ടിട്ടുണ്ടാവും ടെസ്റ്റേഴ്സിന്റെ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ, ഇല്ലേ? മാനുവൽ ടെസ്റ്റർ ആരാ? മത്ലബ് മാനുവൽ ടെസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞേ. Check the software manually. യെസ്, റൈറ്റ്. അതായത് മാനുവൽ ആയിട്ട് ഞാനിപ്പോ പറയാണ്, ലെറ്റ്സ് സേ നിങ്ങൾ മാനുവൽ ടെസ്റ്റേഴ്സ് ആണ്, ഞാൻ നിങ്ങളുടെ ലീഡ് ആണെന്ന് വിചാരിച്ചോളൂ. ഞാൻ നിങ്ങളോട് പറയും, ഹേ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ ലോഗിൻ വെരിഫൈ ചെയ്യണം, ഇതാണ് ക്രെഡൻഷ്യൽസ്. ശിഖക്ക് ഞാൻ പാസ് ചെയ്യുന്നു. ശിഖ എന്ത് ചെയ്യുന്നു? മാനുവലി ഇരുന്ന് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നു, ഇരുന്ന് ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. ഇതാണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്, അല്ലേ? മാനുവൽ ടെസ്റ്റിംഗ് എന്താ ചെയ്യാനുള്ളത്? ക്ലിയർ അല്ലേ? ഓക്കെ. അതായത് അത് ചെയ്യുന്നത് ആരാ? ഹ്യൂമൻസ് ആണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ തന്നെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളോട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യുവാണ് ചെയ്യുന്നത്, അല്ലേ? ഇനി ഇങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രശ്നം എന്താ? ഞാനിപ്പോ ശിഖയുടെ അടുത്ത് ഒരു 6 ടെസ്റ്റ് കേസിന്റെ സിനാരിയോസ് ഒരുമിച്ച് പറഞ്ഞാൽ ഞാൻ എന്റെ പണിക്ക് പോയി. ആസ് എ ലീഡ് ഞാൻ നിങ്ങൾക്ക് ഇരുന്ന് സ്പൂൺ ഫീഡ് ചെയ്തില്ലല്ലോ. ഇതിൽ ആദ്യത്തെ ടെസ്റ്റ് കേസ് ഇതാണ്, ഇത് ചെയ്തതിന് ശേഷം എന്നോട് വന്ന് പറയൂ എന്നല്ല ഞാൻ പറയാ. പകരം ഞാൻ എന്താ പറയാ? നമുക്കൊരു 6 ടെസ്റ്റ് കേസ് ഉണ്ട്, ഈ 6 ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ലിസ്റ്റ് അങ്ങ് ഇട്ട് തന്നു ശിഖയ്ക്ക്. 6 എണ്ണോ 8 എണ്ണോ 10 എണ്ണോ കുറച്ച് നമ്പേഴ്സ്. ഒബ്വിയസ് ആയിട്ടും ശിഖ അത് ചെയ്യുന്ന സമയത്ത് ശിഖയ്ക്ക് അതിൽ മിസ്റ്റേക്സ് വരാം, അല്ലേ? ഞാൻ റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് തന്നതിന് ശേഷവും ശിഖയുടെ മിസ്റ്റേക്സ് വരാം. അത് എന്താ പറയാ, നോർമൽ ആണ്, സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്, അല്ലേ? അതായത് ഇപ്പൊ ഞാൻ പറയാണ് ശിഖയുടെ അടുത്ത്, യൂസർ നെയിം ഇൻവാലിഡും പാസ്വേഡ് വാലിഡും കൊടുത്താൽ ഇൻവാലിഡ് യൂസർ നെയിം എന്ന് വരും. അതുപോലെ ഇൻകറക്റ്റ് പാസ്വേഡ് കൊടുത്താൽ ഇൻവാലിഡ് പാസ്വേഡ് എന്ന് പറഞ്ഞു വരുമെന്ന്. ശിഖ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ശിഖ നോക്കുമ്പോ ഓക്കെ ലോഗിൻ പേജിൽ നിൽക്കുന്നുണ്ട്, എറർ മെസ്സേജും വരുന്നുണ്ട്, പാസ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു. മാനുവൽ ടെസ്റ്റർ ആണ്, പാസ്ഡ് എന്ന് കൊടുത്തു. ശിഖ കൊടുത്ത സൈൻ ഓഫിന്റെ ബേസിസിൽ ഈ പ്രൊഡക്റ്റ്
നേരെ പുഷ് ചെയ്തു, പ്രൊഡക്റ്റിന്റെ കോഡൊക്കെ പുഷ് ചെയ്തു പോയി. അങ്ങനെ ആക്ച്വൽ കസ്റ്റമേഴ്സ് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കസ്റ്റമേഴ്സ് ഇത് കാണുന്നത്. പാസ്വേഡ് കൊടുത്താലും യൂസർ നെയിം ഇൻകറക്റ്റ് കൊടുത്താലും ഒക്കെ ഇൻകറക്റ്റ് യൂസർ നെയിം അല്ലെങ്കിൽ ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മിസ്ലീഡിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് എന്ത് ചെയ്യും, ഈ അപ്ലിക്കേഷൻ ഉണ്ടാക്കിയവരോട് ക്വസ്റ്റ്യൻ വരും അല്ലെ, അതായത് ഡെവലപ്പേഴ്സിന് ക്വസ്റ്റ്യൻ വരും, ഇതെന്താ ചെയ്തു വെച്ചിരിക്കുന്നേന്ന്. അതാരാ ടെസ്റ്റ് ചെയ്തത്? നമ്മൾ ടെസ്റ്റേഴ്സ് ആണ്. സോ ആസ് എ ലീഡ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ വരും ഫ്രം ഡെവലപ്പേഴ്സ് എൻഡ്, അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് ടീമിന്റെ എൻഡിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു അജൈൽ മെത്തഡോളജി എല്ലാം ഫോളോ ചെയ്യുന്നതാണെങ്കിൽ സ്ക്രം മാസ്റ്റേഴ്സ് ചോദിക്കും ഇത് ടെസ്റ്റ് ചെയ്തില്ലായിരുന്നോ? നോക്കുമ്പോ യെസ് ഇറ്റ് ഈസ് ടെസ്റ്റഡ്. ആരാ ടെസ്റ്റ് ചെയ്തത്? ശിഖ ടെസ്റ്റ് ചെയ്തു. ശിഖ ടെസ്റ്റ് ചെയ്തപ്പോ ഇത് കണ്ടില്ലായിരുന്നോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല അല്ലേ? അത് ആക്ച്വലി ആരുടെ എന്തെന്നുള്ള മിസ്റ്റേക്ക് ആയി? ശിഖയുടെ എന്തെന്നുള്ള മിസ്റ്റേക്ക് ആയി. പക്ഷെ അത് എൻറ്റയർലി ശിഖയുടെ മിസ്റ്റേക്ക് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? കുറെ ടെസ്റ്റ് കേസസ് വന്നപ്പോ എന്താ പറയാ, ബൈ മിസ്റ്റേക്ക് ശിഖയ്ക്ക് അത് കാര്യം വിട്ടുപോയി ശ്രദ്ധിക്കാനായിട്ട് അല്ലേ? അതല്ലേ അവിടെ സംഭവിച്ചത്. സോ ഇങ്ങനെയുള്ള, അതായത് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് കിട്ടിയാലും പോസിബിൾ ദാറ്റ് there is a big possibility that manual testing is still prone to errors അല്ലേ? മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒബ്വിയസ് ആയിട്ടും എറേഴ്സ് വരാനുള്ള ചാൻസസ് ഹയർ ആണ് അല്ലേ? മാം, അതായത് നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രിൻസിപ്പിൾ ആയിരുന്നു 100% ടെസ്റ്റിംഗ് നമുക്ക് പോസിബിൾ അല്ല എന്ന്. അതെ, 100% ടെസ്റ്റിംഗ് പോസിബിൾ അല്ല. കറക്റ്റ്. കാരണം എന്താ, ഒബ്വിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ടെസ്റ്റ് കേസിൽ എറേഴ്സ് വരാം. അല്ലെങ്കിൽ 100% ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇരുന്ന് മാനുവലി ടെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, ടൈം കൺസ്യൂമിങ് ആണ്, പറ്റത്തില്ല അല്ലേ? ഇപ്പോ മാനുവൽ ടെസ്റ്റിങ്ങിന്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആണോ, അല്ലെങ്കിൽ ഇഷ്യൂസ് അല്ലെ ഡിസഡ്വാൻറ്റേജസ് ക്ലിയർ ആണോ? നമ്മൾ ഈ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്? കസ്റ്റമറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളുടെ അജൈലിന്റെ ടേംസ് പറഞ്ഞ പ്രൊഡക്റ്റ് ഓണറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് അല്ലേ? പ്രൊഡക്റ്റ് ഓണർ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, നമ്മളുടെ ഇതിന്റെ എല്ലാ റിക്വയർമെന്റ്സും എല്ലാം മീറ്റ് ചെയ്യുന്നതെല്ലാം ചെക്ക് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ള ആള്. അതാണ് അജൈൽ മെത്തഡോളജിയിൽ ആര്? പ്രൊഡക്റ്റ് ഓണർ അല്ലെങ്കിൽ PO എന്ന് പറയുന്ന ആള്. ക്ലിയർ ആണോടാ? സോ നമുക്കിതിനെ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യാം അല്ലേ? സിസ്റ്റത്തിനോട് പറയാൻ സിസ്റ്റത്തിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാം നമുക്ക് വേണമെങ്കിൽ. ആ ഒരു അപ്രോച്ചിനെയാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായടാ? മാനുവൽ ടെസ്റ്റിംഗ് വേഴ്സസ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഡിഫറൻസ് ക്ലിയർ ആണോ? ഓക്കെ. മാനുവൽ ടെസ്റ്റ്. അപ്പൊ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിലേക്ക് വരുമ്പോ നിങ്ങൾ സിസ്റ്റത്തിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, സിസ്റ്റം അത് തെറ്റിക്കോ? ഞാനിപ്പോ ശിഖയ്ക്ക് കൊടുത്ത അതേ ഇൻസ്ട്രക്ഷൻസ് ഞാൻ സിസ്റ്റത്തിന് കൊടുത്ത സിസ്റ്റം അത് തെറ്റിക്കാതെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തരും അല്ലേ? അതായത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് is less prone to errors provided replication steps are given properly. Clear? ഇനി അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്ന ഒരു കാര്യം. ഒരു മാനുവൽ ടെസ്റ്റർ 5 ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് 10 ടെസ്റ്റ് കേസ് ബൈ ഇറ്റ്സെൽഫ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം സിസ്റ്റത്തിന്റെ സ്പീഡ്, പ്രോസസ്സിംഗ് സ്പീഡ് അനുസരിച്ച് നമുക്ക് അത് എക്സിക്യൂട്ട് ആയി കിട്ടും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണ്.
ഓക്കെ. ഞാൻ ഈ നോട്ട്സ് തരാം കേട്ടോ ആദ്യം. എന്തിന്റെ നോട്ട്സ് മാം? സെലേനിയത്തിന്റെ സെലീനിയത്തിന്റെ അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ നോട്ട്സ് തരാം ആദ്യം. ഓക്കെ. ഇതൊരു ടേബിൾ ഫോർമാറ്റിലാണ് കേട്ടോ. മാനുവൽ ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ ടെസ്റ്റ്. ഇനി ഞാനിപ്പോ പറഞ്ഞു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഉണ്ട്, മാനുവൽ ടെസ്റ്റിംഗ് ഉണ്ടെന്നൊക്കെ. ഇനി ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ ഒരു ടൂൾ ആവശ്യമില്ലേ നമുക്ക്? എന്നാലല്ലേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഒരു ടൂൾ ഉണ്ടായിരിക്കണം. നമുക്ക് കുറെ ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ വൺ എമംഗ് ദാറ്റ് യൂസ് ചെയ്യുന്ന ടൂൾ ആണ് സെലീനിയം. മാം ഒന്നുകൂടെ പറയൂ. സെലീനിയം എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ആൻഡ് ആ സെലീനിയം എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാനാണ്. മനസ്സിലായടാ? സെലീനിയം മാത്രമല്ല ഉള്ള ടൂള് നമുക്ക് ഏതുണ്ട്? പ്ലേറൈറ്റും ഉണ്ട്. പ്ലേറൈറ്റോ? പ്ലേറൈറ്റ്, PLAYWRIGHT. പ്ലേറൈറ്റ്. നമ്മളിവിടെ പഠിക്കുന്ന സെലീനിയം എന്ന് പറഞ്ഞ ടൂളാണ്. ഓക്കെ. Now coming to selenium. സെലീനിയത്തില് നമ്മൾക്ക് സെലീനിയം നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെബ് അപ്ലിക്കേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ. വെബ് അപ്ലിക്കേഷൻസ് നമ്മൾ സാധാരണ കാണുന്ന വെബ്സൈറ്റുകളില്ലേ, നമ്മൾ ഈ വെബ്സൈറ്റുകളെ ടെസ്റ്റ് ചെയ്യാൻ, അതായത് വെബ്സൈറ്റുകൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുൻപ്. ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ട്. കറക്റ്റ്. ഈ ഫ്ലിപ്കാർട്ട് എന്ന ആപ്ലിക്കേഷൻ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് ഫ്ലിപ്കാർട്ടിന്റെ വെബ്സൈറ്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാൻ എൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. ഓക്കെ. ആ ഒരു എൻറ്റയർ ടീം ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് വെരിഫൈ ചെയ്ത ശേഷമാണ് നമുക്ക് ഈ സാധനം കിട്ടുന്നത്. അതായത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുമോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മള് ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന വൺ എമംഗ് ദ ടൂൾ ആണ് സെലീനിയം. ക്ലിയർ ആണോടാ? ചിത്ര ക്ലിയർ അല്ലേ? ഡയാന? സോ ഈ നമ്മൾക്ക് സെലീനിയത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സെലീനിയത്തിന്റെ നോട്ട്സ് ഞാൻ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള നോട്ട്സ് ഞാൻ തരാം. സേവ് ചെയ്ത് വെക്കുക കേട്ടോ. ഫ്യൂച്ചറിൽ റെഫറൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാം ഇത് സെലീനിയത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അല്ലേ? അതെ, ഇത് ജനറൽ ആണ്. പൈത്തൺ സെലീനിയത്തിന്റേതല്ല, ജനറൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് കേട്ടോ.
സോ നിങ്ങൾക്ക് അതേ നോട്ട്സിൽ നോക്കിയാൽ കാണാൻ പറ്റും. What is Selenium? Now, Selenium is an automation testing tool that is used for testing web applications alone. ഈ സെലീനിയം കുറച്ചുകൂടി പ്രിഫേർഡ് വെബ് അപ്ലിക്കേഷൻസിനെ ടെസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടി പ്രിഫറബിൾ ആവാൻ കാരണം എന്താണ്? അത് ഓപ്പൺ സോഴ്സ് ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും വിത്തൗട്ട് പേയ്മെന്റ് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൂൾ ആണ് സെലീനിയം. പ്ലെയറായിട്ട് ഓപ്പൺ ടൂൾ ആണോ? പ്ലെയറായിട്ടും ഓപ്പൺ സോഴ്സ് തന്നെയാണ്. ഓക്കെ മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. മാം നമ്മളെ വെബ് ആപ്ലിക്കേഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിപ്പോ സെലീനിയം യൂസ് ചെയ്യണേ, അങ്ങനെയാണോ? അതെ അതെ. അപ്പൊ ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിലാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിടുന്നത്, ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയാണ് ഇപ്പൊ ഒരു ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ എന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ഞാൻ അത് ഏത് ടൂളാണെങ്കിൽ പ്ലെയർ ആയിട്ടാണോ യൂസ് ചെയ്തത്? പ്ലെയറായിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. മാം ഇപ്പൊ അജിത്ര ചോദിച്ച ചോദ്യല്ലേ, അതെങ്ങനെയായിരുന്നു? അതായത് നമ്മളിപ്പം അതായത് അവൾ ചോദിച്ചത് ഇപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ആപ്പ് ഉണ്ടെന്ന് വെച്ചോ. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലാത്ത വേറെ എന്തെങ്കിലും ഒന്ന് വിൻഡോ ബേസ്ഡ് ആപ്പാന്ന് വിചാരിക്കാം. വിൻഡോ ബേസ്ഡ് ആപ്ലിക്കേഷനോ അതും അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ അതെന്ന് വിചാരിച്ചോളൂ. നമുക്കത് സെലീന യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ? ഇല്ല, വെബ് ആപ്ലിക്കേഷൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിനെ ടെസ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പ്ലെയറൈറ്റ് പോലത്തെ ടൂൾസ് യൂസ് ചെയ്യുക. വെബ് ആപ്ലിക്കേഷൻസിനെ ടെസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇതിനെ ടെസ്റ്റ് ചെയ്യും. വിൻഡോസിനെയും ടെസ്റ്റ് ചെയ്യും. അതെ, വിൻഡോസിനെ ടെസ്റ്റ് ചെയ്യും. വിൻഡോസിനെ ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അതിന് അഗെയിൻ മൊബൈൽ ആപ്ലിക്കേഷൻസിന് APM എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൂൾ തന്നെ ഉണ്ട്. APPIUM. അതിന് വേറൊരു ടൂള് തന്നെ ഉണ്ട്. അത് നമ്മുടെ സെലീനിയം കോഡ് പോലെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോഡാണത്. നമ്മൾക്കിപ്പോ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ഇല്ലേ, അതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് APM എന്ന ഒരു ടൂളാണ് യൂസ് ചെയ്യുക. സോ സെലീനിയത്തിന് കുറച്ച് കമ്മിങ് ബാക്ക് ടു സെലീനിയത്തിനെ കുറച്ചുകൂടി പ്രിഫേർഡ് ആക്കാൻ കുറച്ച് റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ ആണ്. ഫസ്റ്റ് റീസൺ. സെക്കൻഡ് തിങ്, ഒന്നിൽ മൾട്ടിപ്പിൾ ലാംഗ്വേജസിനെ ആര് സപ്പോർട്ട് ചെയ്യും? സെലീനിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാത്ത പൈത്തൺ ആണെങ്കിൽ പൈത്തൺ സെലീനിയം പോസിബിൾ ആണ്. ജാവയാണ് അറിയാമെങ്കിൽ ജാവ സെലീനിയം ഈസ് പോസിബിൾ. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ജാവ സ്ക്രിപ്റ്റ് ആണ് അറിയാമെങ്കിൽ അതും പോസിബിൾ ആണ്. മനസ്സിലായോ? അതായത് ഒരുവിധപ്പെട്ട എല്ലാ ലാംഗ്വേജസിനോടുമുള്ള ഇന്റഗ്രേഷൻ സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ സെലീനിയത്തിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതായത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സെലീനിയത്തിനെ നമ്മളൊരു ടെസ്റ്റിംഗ് ടൂൾ എന്ന് പറയുമ്പോഴും നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ബേസിക്സ് മാത്രമാണ് സെലീനിയത്തിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അതായത് ഒരു എലമെന്റിനെ എങ്ങനെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു എലമെന്റിനെ എങ്ങനെ ഹോവർ ചെയ്യാം, ഒരു എലമെന്റിലേക്ക് എങ്ങനെ ഡാറ്റ എൻ്റർ ചെയ്യാം, ഒരു ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡാറ്റ എങ്ങനെ എൻ്റർ ചെയ്യാം, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സപ്പോർട്ട് മാത്രമാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സേ എനിക്കിനി പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് കേസ് എഴുതണമെങ്കിൽ, ടെസ്റ്റ് കേസ് എന്ന് വെച്ചാൽ എനിക്ക് ഒരു സിനാരിയോ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ സെലീനിയത്തിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനോട് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ക്ലിയർ ആണോടാ?
ഒന്നുകൂടെ പറയാമോ മാം? ഒന്നും പറയാം. അതായത് സെലീനിയം യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഫങ്ഷണാലിറ്റിയെ എൻറ്റയർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഓരോ ഫങ്ഷണാലിറ്റീസിനാണ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടെസ്റ്റ് കേസസിൽ ഞാനിപ്പോ പറയാണ്, ഓക്കെ, എനിക്കിപ്പോ ടെസ്റ്റ് കേസസിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കൂ. അത് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് ഈ സെലീനിയം മാത്രം ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ടെസ്റ്റ് കേസുകളെ ജനറേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പും കൂടെ വേണം? ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. ജാവയിലേക്ക് വരുമ്പോൾ ടെസ്റ്റ് എൻജി, ജെ യൂണിറ്റ്, എൻ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നതാണ് പൈടെസ്റ്റ്, PYTEST. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ ജസ്റ്റ് പേരൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പൈടെസ്റ്റ് എന്ന് വെച്ചാൽ ഫ്രെയിം വർക്ക് ആണ് അല്ലേ മാം? ഫ്രെയിം വർക്ക്, പൈടെസ്റ്റ് എന്ന ഫ്രെയിം വർക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് അതുപോലെ തന്നെ സെലീനിയം ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്കിലും അറിഞ്ഞിരിക്കണം. സെലീനിയം എന്നല്ല, ഏതൊരു ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന്റെ ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓക്കെ, പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അയ്യോ ക്ലാസ് ആയിരുന്നു. Next is components of selenium. അതായത് സെലീനിയത്തിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു എന്നാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. സെലീനിയം എന്ന് പറഞ്ഞ ഒരു ഐഡി ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നത് ഒരു 4 ഫേസസ് ആയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ഫസ്റ്റ് ഫേസിൽ ഉണ്ടായിരുന്നതാണ് സെലീനിയം IDE. ഓക്കെ, സെലീനിയം IDE. ഓക്കെ, അപ്പൊ സെലീനിയം IDE എന്ന് വെച്ചാല് നമ്മൾക്ക് അവിടെ കോഡ് എഴുതാനൊന്നും ഇല്ലായിരുന്നു. പകരം നമ്മളിപ്പോ ഒരു കാര്യം റെക്കോർഡ് ചെയ്തു. ഓക്കെ, അത് റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് ടൂൾ ആയിരുന്നു സെലീനിയം IDE എന്ന് പറയുന്നത്. സെലീനിയം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. നമ്മളിപ്പോ പൈച്ചാം ഉപയോഗിക്കുന്നില്ലേ പൈത്തണിന്, അതുപോലെ സെലീനിയത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു IDE ക്രിയേറ്റ് ചെയ്തു. പൈത്തണിന് വേണ്ടി നമ്മൾ എങ്ങനെ പൈച്ചാം ഉപയോഗിക്കുന്നു അതുപോലെ പൈത്തൺ സെലീനിയത്തിന് വേണ്ടി മാത്രം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾ അങ്ങ് ജനറേറ്റ് ചെയ്തു. ആൻഡ് ആ ടൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മൾക്ക് ഏത് വെബ് ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓക്കെ, നമ്മൾക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സ്റ്റെപ്സ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, എൻഡ് ചെയ്യുന്നു, റെക്കോർഡിംഗ് എൻഡ് ചെയ്യുന്നു, പിന്നെ പ്ലേ ബാക്ക് ചെയ്യുന്നു.
പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ബൈ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും? പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ബൈ ഇറ്റ്സെൽഫ് ഞാനിപ്പോൾ എന്തിനാണോ റെക്കോർഡ് ചെയ്തത് അതിനെ ഓട്ടോമേഷൻ കോഡായി കൺവേർട്ട് ചെയ്ത് അത് തന്നെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആസ് ടെസ്റ്റേഴ്സ് നമുക്ക് 0 റോൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. എളുപ്പമുള്ള പണിയാ അല്ലേ? നമുക്കൊന്നും അറിയണ്ട അല്ലേ? ഒന്നുകൂടെ ഒന്ന് പറയാമോ? സെലീനിയം IDE ആണോ? ID. സെലീനിയം IDE എന്ന് വെച്ചാൽ ഒരു റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് ടൂൾ ആണ്. ഞാൻ ചാറ്റിൽ ഞാൻ നോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോട്ട്സ് സേവ് ചെയ്ത് വെച്ചേടാ. ഞാൻ കണ്ടു. ബാക്കി എല്ലാവരും സേവ് ചെയ്ത് വെച്ചേ. ഓക്കെ. അപ്പൊ സെലീനിയം IDE എന്ന് വെച്ചാൽ ഒരു റെക്കോർഡ് ആൻഡ് പ്ലേ ബാക്ക് ടൂൾ ആയിരുന്നു. അതായത് എനിക്ക് എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിന് ഞാൻ ഒരു തവണ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് അങ്ങനെ തന്നെ ഒന്നും കൂടെ അങ്ങ് പ്ലേ ചെയ്യും. പ്ലേ ചെയ്യുമ്പോൾ ബൈ ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും? ഈ ടെസ്റ്റ് കേസ് മുഴുവൻ എക്സിക്യൂട്ട് ആവും. ഒരു URL ആക്സസ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അങ്ങനെ ഓരോന്നിന് ഉള്ള കോഡ് IDE തന്നെ എഴുതും. എളുപ്പമുള്ള പണിയാ അല്ലേ? എന്നാ ഇതിന്റെ ഒരു കുഴപ്പം ഞാൻ പറയട്ടെ. ഈ സെലീനിയം IDE വെച്ചിട്ട് IDE കോഡ് എഴുതി IDE തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷെ ലെറ്റ്സ് സേ ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ടെസ്റ്റ് കേസ് അനുസരിച്ച് നമ്മൾ ചെയ്യും, അത് സെലീനിയം റെക്കോർഡ് ചെയ്യുമെന്ന്. അതെ. ബട്ട് ഈ ടെസ്റ്റ് കേസ് നമുക്ക് തരുന്നതിനനുസരിച്ച് ആണോ നമുക്ക് ടെസ്റ്റ് കേസ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് നമ്മൾ അതെ. അതായത് നിങ്ങൾക്ക് കുറച്ച് റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് നിങ്ങൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഫസ്റ്റ് ടൈം അതെല്ലാം ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് ഒരു വട്ടം കൂടെ പ്ലേ ബാക്ക് ചെയ്യും. പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ ബൈ ഇറ്റ് സെൽഫ് എന്ത് ചെയ്യും? ഈ ടെസ്റ്റിംഗ് അങ്ങ് പെർഫോം ആവും. കേൾക്കാൻ ഈസിയുള്ള പണിയാ അല്ലേ? പക്ഷെ ഇതും വെച്ച് ഓട്ടോമേഷൻ ടെസ്റ്റർ ആവാൻ പോയാൽ നടക്കത്തില്ല. കാരണം എന്താ? എനിക്ക് എന്റെ അപ്ലിക്കേഷനോട് യാതൊരു ഇന്ററാക്ഷനും ഇല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും എറർ വന്നാൽ പലതവണ ഞാൻ ട്രൈ ചെയ്യാന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല അതിൽ, അല്ലേ? അതായത് എനിക്ക് അവിടെ കോഡ് ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ കോഡ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അതെന്താ ചെയ്യുന്നത്? വെറുതെ കുറെ ബട്ടൺ ക്ലിക്ക് മാത്രമാണ് ചെയ്തു പോകുന്നത്. അതെ, പ്യുവർലി ബ്ലാക്ക് ബോക്സ് ആയി. അതെ, പ്യുവർലി ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് പോകുന്നത്. അത് നമുക്ക് അത്ര തന്നെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണോ? ഇല്ല. സോ അങ്ങനെ വരുമ്പോ അങ്ങനെ ഇരിക്കുകയാണ് സെലീനിയം IDE കഴിഞ്ഞ് രണ്ടാമത് വന്ന ഒരു കോമ്പോണന്റ് ആണ് സെലീനിയം RC അല്ലെങ്കിൽ സെലീനിയം റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഈ IDയുടെ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ, അഡ്രസ് ചെയ്യാൻ വേണ്ടി. അതെ, കറക്റ്റ്. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് IDയിൽ എന്തായിരുന്നു പ്രശ്നം? നമുക്ക് കോഡൊന്നും കാണാൻ പറ്റുന്നില്ല എന്നായിരുന്നു അല്ലേ? ഇവിടെ സെലീനിയം RCയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ തന്നെയാണ് കോഡ് എഴുതുന്നത്. ആൻഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെയാണ് സിസ്റ്റത്തിന് കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് ഇടയിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇപ്പൊ ഈ കേസിൽ നമ്മൾ ക്ലയന്റും ആരാണ് സെർവർ? നമ്മുടെ അപ്ലിക്കേഷൻ ആണ് സെർവർ. ഒരു ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? സോ അങ്ങനെ ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് സെലീനിയം RC എന്ന് പറഞ്ഞ കോമ്പോണന്റ് വന്നത്, അല്ലെങ്കിൽ സെലീനിയം റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞൊരു കോമ്പോണന്റ് വന്നത്. ക്ലിയർ ആണോ? സോ ഈ സെലീനിയം ഇപ്പൊ കറന്റ്ലി നമുക്ക് സെലീനിയം RC ഇല്ല എന്ന് തന്നെ പറയാം. സെലീനിയം RC ഡിപ്രിഷിയേറ്റ് ആയിപ്പോയ സാധനമാണ്, ആരും യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൈലബിൾ അല്ല.
ഇനി ഈ സെലീനിയം RCയുടെ ഫീച്ചറും സെലീനിയം IDEയുടെ ഫീച്ചറും കൂടി എടുത്തിട്ട് മൂന്നാമതൊരു കോമ്പണന്റ് ഉണ്ടാക്കി. അതിന്റെ പേരാണ് വെബ് ഡ്രൈവർ. ഓക്കെ, സെലീനിയ IDEയിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എബിലിറ്റീസ് ഉണ്ടായിരുന്നു. ആ എബിലിറ്റീസിനെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞ സെലീനിയം വെബ് ഡ്രൈവറിൽ ഇംപ്ലിമെന്റ് ചെയ്തു. കറക്റ്റ്, സെലീനിയം വെബ് ഡ്രൈവറിൽ പിടിച്ച് ഇംപ്ലിമെന്റ് ചെയ്തു. കറക്റ്റ്. അപ്പൊ സെലേനിയം RCക്ക് എന്തായിരുന്നു ഡിസഡ്വാൻറ്റേജ്? ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾക്ക് അവിടെ ഇന്ററാക്ഷൻ ഇല്ല, കോഡ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, IDEയിൽ നമുക്ക് കോഡ് കാണാനേ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, RCയിൽ എന്താ ചെയ്യുന്ന ഒരു കൺവേർട്ടർ ആയിരുന്നു ഈ പറഞ്ഞ RC എന്ന് പറയുന്നത്. ഒരു കൺവേർട്ടർ ആയിട്ട് നിൽക്കുമ്പോഴത്തെ പ്രശ്നം എന്താ? എനിക്ക് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അടുത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ അങ്ങനെയാണ് സെലീനിയം വെബ് ഡ്രൈവർ എന്ന കോമ്പണന്റിലേക്ക് എത്തുന്നത്. ആൻഡ് സെലീനിയം വെബ് ഡ്രൈവർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിലെല്ലാം യൂസ് ചെയ്യുന്ന സെലീനിയം വെബ് ഡ്രൈവർ ആണ്. ഓക്കെ, ഇനി ഈ സെലീനിയം വെബ് ഡ്രൈവർ കഴിഞ്ഞ് പിന്നെയും ഒരു കോമ്പണന്റ് വന്നു, സെലീനിയം ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട്. സെലീനിയം വെബ് ഡ്രൈവർ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആണ്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെ കുറച്ച് അഡ്വാൻസ്ഡ് ആക്കിയിട്ട്, സെലീനിയം വെബ് ഡ്രൈവറിനെ കുറച്ച് അഡ്വാൻസ്ഡ് ആക്കിയിട്ടുള്ള ഒരു ഫോമാറ്റും കൂടെ ഇറങ്ങി. അപ്പൊ അതിന്റെ പേരാണ് സെലീനിയം ഗ്രിഡ്. ക്ലിയർ ആണോ? ഓക്കെ, ഓക്കെ. സോ സെലീനിയം ഗ്രിഡ് എന്ന് വെച്ചാൽ പാരലൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സെലീനിയം ഗ്രിഡ്. അത് നമ്മൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ഇല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക 4 കോമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് സെലീനിയം IDE, സെക്കൻഡ് വൺ സെലീനിയം RC, തേർഡ് വൺ ഇസ് സെലീനിയം വെബ് ഡ്രൈവർ, ഫോർത്ത് വൺ ഇസ് സെലീനിയം ഗ്രിഡ്. എന്താ മാം സെലീനിയം ഗ്രിഡ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാത്ത? യൂസിംഗ് ആണ്. സെലീനിയം ഗ്രിഡ് യൂസ് ചെയ്യുന്നത് പാരലൽ ടെസ്റ്റിങ്ങിനാണ്. എന്ന് പറയുമ്പോ പാരലൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ഞാനിപ്പോ പറയാണ്, ലോഗിൻ എന്ന് പറഞ്ഞൊരു സിനാരിയോ, 4 ലോഗിൻ സിനാരിയോസ് എനിക്ക് അറ്റ് എ ടൈം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണമെന്ന് വിചാരിക്കും. അറ്റ് എ ടൈം ഈ പറയുന്ന സിനാരിയോസ് ആണ് ഇൻവാലിഡ് യൂസർ നെയിം പാസ്വേഡ്, അല്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലുമൊക്കെ എനിക്ക് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? അതായത് എനിക്ക് വാലിഡ് ആയിട്ട് ലോഗിൻ ആവുന്ന ടെസ്റ്റ് കേസ് 3 തവണ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം അടുപ്പിച്ച്. ഡിഫറെന്റ് ബ്രൗസറിലാണോ അതോ സെയിം ബ്രൗസറിൽ വെച്ചിട്ട്? രണ്ടും പോസിബിൾ ആണ്. ഡിഫറെന്റ് ബ്രൗസേഴ്സിലും പോസിബിൾ ആണ്, സെയിം ബ്രൗസറിലും പോസിബിൾ ആണ്. അത് അവരെങ്ങനെ പ്രിഫർ ചെയ്യുന്നു അതിന്റെ അനുസരിച്ചിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷൻ വെച്ചിട്ട് വരുവാണെങ്കിൽ വെബ് ഡ്രൈവർ ആണോ ഗ്രിഡ് ആയിരിക്കും അവിടെ? വെബ് ഡ്രൈവർ. ഗ്രിഡ് യൂസ് ചെയ്യുന്നത് പാരലൽ ടെസ്റ്റേഴ്സ് ആണ്. അതാണ് പെർഫോമൻസ്. ഓക്കെ, മനസ്സിലായി. പെർഫോമൻസ് ടെസ്റ്റേഴ്സ് ആണ് കൂടുതലും പാരലൽ ടെസ്റ്റിംഗ് ചെയ്യുക. നമ്മൾ കൂടുതലും ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ഇത് വെബ് ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ളവരാണല്ലോ അറ്റ് എ ടൈം 3 or 4 ഒരുമിച്ച് ചെയ്യുന്നത് അല്ലേ? അതായത് മാം ഈ സ്പീഡും ലോഡും ഇതൊക്കെ കൺസിഡർ ചെയ്യണം. ലോഡ് ടെസ്റ്റിംഗ്, സ്ട്രെസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യത്തില്ലേ, അവരാണ് സെലീനിയം ഗ്രിഡ് ഒക്കെ യൂസ് ചെയ്യുക. നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സുബിറ്റി, ഡയാന, അജിത്ര, ഈ ടേം കേട്ടിട്ടുണ്ടോടാ ഞാൻ പറഞ്ഞ? മാനുവൽ ടെസ്റ്റിംഗ് കേട്ടിട്ടുണ്ട് അല്ലേ? ഞാൻ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഞാൻ ഇത്രയും പോർഷൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? തിയറി പോർഷൻസ് ആണ് ഞാൻ എടുത്തത് മുഴുവൻ. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഡയാന, അജിത്ര, അതുപോലെ സുബി. ഓക്കെ മാം. ഓക്കെ ഓക്കെ അല്ലേടാ? ഓക്കെ ഓക്കെ തന്നെ മാം. ഓക്കേടാ, താങ്ക് യു. ഞാന് നിങ്ങൾക്ക് ഞാൻ